റമദാനിൽ ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്കായുള്ള ജോലി സമയം പ്രഖ്യാപിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് ഔദ്യോഗിക ജോലി സമയം. ഷിഫ്റ്റുകളിൽ പ്രവർത്തിക്കുന്ന വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും സമയക്രമം നിശ്ചിത മണിക്കൂറുകൾക്കനുസരിച്ച് ക്രമപ്പെടുത്താം. എമിറേറ്റിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന റമദാൻ സമയക്രമം ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ്. സർക്കാർ ജീവനക്കാർക്കും മന്ത്രാലയങ്ങൾക്കും തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയുമാണ് ഔദ്യോഗിക ജോലി സമയം. സ്വകാര്യ മേഖലയിലും 8 മണിക്കൂറുള്ള ജോലി സമയം 6 മണിക്കൂറായി കുറച്ചിരുന്നു. ന്യൂസ് 18 ഷാർജ. ദുബായ് ബുർജ് അൽ അറബ് ഹോട്ടലിന്റെ ഹെലിപാഡിൽ വിമാനം ഇറക്കി പോളിഷ് പൈലറ്റ്. 27 അടി നീളമുള്ള ഹോട്ടലിന്റെ ഹെലിപാഡിലേക്ക് പോളിഷ് പൈലറ്റായ ലൂക്ക് ചെപ്പിയേല റെഡ്ബുൾ വിമാനത്തിന്റെ ബുൾസ് ഐ ലാൻഡിംഗ് ആണ് നടത്തിയത്. 212 മീറ്ററാണ് 56 നിലകൾ ഉള്ള ബുർജ് അൽ അറബിന്റെ ഉയരം. ഒരു ദശാബ്ദത്തിലേറെയായി റെഡ് ബുള്ളിന്റെ അക്രോബാറ്റിക് ക്യാമ്പുകളിൽ പരിശീലനം നടത്തുന്നുണ്ട് ചെപ്പിയേല. വിമാനം പൂർണ്ണമായി നിൽക്കുന്നതിന് മുമ്പ് ഹെലിപാഡിൽ നിന്നും ഒന്ന് തെന്നിമാറിയെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെടാതെ വിമാനം നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതായത് 27 മീറ്റർ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഹെലിപാഡിൽ പറന്നിറങ്ങി വിമാനം നിർത്താൻ സാധിച്ചു എന്ന് ചുരുക്കം. ദുബായ് മീഡിയ ഓഫീസും വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. 650-ലധികം തവണ ലാൻഡിംഗ് പരിശീലനം നടത്തിയ ശേഷമാണ് ഇത്തരം ഒരു സാഹസികതയ്ക്ക് അദ്ദേഹം തുനിഞ്ഞതെന്നും മീഡിയ ഓഫീസ് അറിയിച്ചു. ഇതിനു മുൻപും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് ബുർജ് അൽ അറബിലെ ഹെലിപാഡ്. 2005-ൽ കായിക ഇതിഹാസങ്ങളായ റോജർ ഫെഡററും ആൻഡ്രെ അഗാസിയും ഹെലിപാഡിലെ ഒരു താൽക്കാലിക കോർട്ടിൽ ടെന്നീസ് മത്സരം കളിച്ചിരുന്നു. 2013-ൽ മുൻ ഫോർമുല 1 ഡ്രൈവർ ഡേവിഡ് കൗൾത്താർട്ട് റെഡ് ബുൾ റേസിംഗ് കാർ ഹെലിപാഡിൽ ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019-ൽ പ്രൊഫഷണൽ BMX റൈഡർ ക്രിസ് കൈൽ ഹെലികോപ്റ്ററിന്റെ അരികിൽ നിന്നും ബൈക്ക് ഓടിച്ച് ഹെലിപാഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊപ്പം ചെപ്പിയേലിയുടെ റെഡ് ബുൾ വിമാനത്തിന്റെ ബുൾ സൈസ് ലാൻഡിംഗും ചരിത്രത്തിൽ ഇടം നേടി. ന്യൂസ് 18 ദുബായ്. അബുദാബി എമിറേറ്റിലെ ഏകീകൃത സേവന സംവിധാനമായ താം പോർട്ടൽ വഴി കൂടുതൽ സേവനങ്ങൾ കൂടി ലഭ്യമാക്കി തുടങ്ങി. അബുദാബി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ സേവനങ്ങളാണ് താം വഴി ലഭ്യമാക്കിയിരിക്കുന്നത്. പുതിയ വർക്ക് പെർമിറ്റ്, ഗാർഹിക തൊഴിലാളികൾക്കുള്ള എൻട്രി പെർമിറ്റ്, ഗാർഹിക തൊഴിലാളികൾക്കുള്ള റെസിഡൻസി പെർമിറ്റ്, ഗാർഹിക തൊഴിലാളികൾക്കുള്ള റെസിഡൻസി പെർമിറ്റ് പുതുക്കൽ, ഗാർഹിക തൊഴിലാളികൾക്കുള്ള റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കൽ, സ്പോൺസർഷിപ്പ് ഫയൽ, കരാർ എന്നിവ ഉൾപ്പെടെ 10 സേവനങ്ങളാണ് പോർട്ടൽ വഴി ലഭ്യമാക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫ്രണ്ട്സ് ഓഫ് ഉമിയനെല്ലൂരിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു. അജ്മാൻ സിറ്റി ഇന്റർനാഷണൽ കോളേജിൽ നടന്ന യോഗത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 15 വനിതകളെ ആദരിച്ചു. വനിതാവേദി കൺവീനർ ഷംല ആസിഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റേഡിയോ ഏഷ്യ RJ ഷീബ വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രവാസത്തിലെ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സൈക്കോ തെറാപ്പിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ VT ഇക്ബാൽ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി. യോഗത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ നസീർ മുറ്റിച്ചൂർ, തിലകൻ, കായികാധ്യാപകനായ അനിൽകുമാർ, നജ സിദ്ദിഖ്, ആസിഫ് മിർസ, ബീമ മനോജ്, ശോഭിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഷീന നജ്മുദ്ദീൻ, ശ്രീദേവി തിലകൻ, ഫെബിൻ അമീൻ, ഷഹിന ഷിഹ, കലാരാജ്, നജീമ സലീം, രമ്യ രാജ്, സജീന അൻവർ എന്നിവർ നേതൃത്വം നൽകി. വനിതാവേദിയുടെ നേതൃത്വത്തിൽ വിവിധ രുചിക്കൂട്ടുകളോട് കൂടിയ ഭക്ഷ്യമേള നടന്നു. യോഗത്തിൽ നജ സിദ്ദിഖ് സ്വാഗതവും ബീമ മനോജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് 18 അജ്മാൻ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് താൽക്കാലിക ആശ്വാസം. തോഷഖാന കേസിൽ നാളെ രാവിലെ 10 മണി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ലാഹോർ ഹൈക്കോടതി ഉത്തരവിട്ടു.
കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിലും ഇമ്രാൻഖാന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് തോഷഖാന കേസിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തിയത്. ഇതിനെതിരെ കടുത്ത ആരോപണവുമായി ഇമ്രാൻഖാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. തന്നെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാൻ പോലീസിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നാടകത്തിന്റെ ഭാഗമാണ് എന്നും മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരോപിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. അടിവസ്ത്രത്തിന് ഉള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 640 ഗ്രാം സ്വർണം പിടികൂടി. ചങ്ങരംകുളം സ്വദേശി അക്ബറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ധരിച്ചിരുന്ന 3 അടിവസ്ത്രങ്ങളിൽ ഒന്നിൽ സ്വർണം തേച്ചു പിടിപ്പിച്ചായിരുന്നു കടത്താൻ ശ്രമിച്ചത്. ഈ മാസം ഇതുവരെ 3 കിലോ 340 ഗ്രാം സ്വർണമാണ് 7 പേരിൽ നിന്നായി കസ്റ്റംസ് പിടികൂടിയത്. CPI സംസ്ഥാന കൗൺസിലിൽ പാർട്ടി നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. പാർട്ടി സെക്രട്ടറി ഏകാധിപതിയാണ് എന്നും വിഭാഗീയതയ്ക്ക് കാരണം നേതൃത്വം ആണ് എന്നുമാണ് വിമർശനം. സെക്രട്ടറിക്ക് ചുറ്റും അവതാരങ്ങളാണ്. സെക്രട്ടറിയുടെ അടുപ്പക്കാർ അധികാരം കൈയാളുകയാണ്. പാർട്ടി ഘടകങ്ങളുമായി ആലോചിക്കാതെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നുവെന്നും തുടർ ഭരണം പാർട്ടിയെ ദുഷിപ്പിച്ചുവെന്നും വിമർശനം ഉണ്ടായി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഗ്നിബാധയെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ 1 കോടി രൂപ സഹായം പ്രഖ്യാപിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. കനത്ത പുകയെ തുടർന്ന് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വൈദ്യസഹായം എത്തിക്കാനും ബ്രഹ്മപുരത്ത് കൂടുതൽ മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പാക്കാനുമാണ് തുക കൈമാറുന്നത് എന്ന് യൂസഫ് അലി വ്യക്തമാക്കി. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിനെ MA യൂസഫ് അലി ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചത്. ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ തുക കോർപ്പറേഷന് കൈമാറും. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസും വിദഗ്ധ സമിതിയും അന്വേഷണം നടത്തും. UDF ഭരണസമിതി കാലഘട്ടവും അന്വേഷണ പരിധിയിൽ വരും. ചട്ടം 300 പ്രകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പ്രസ്താവന നടത്തിയത്. തുടർച്ചയായ 2 ദിവസത്തെ പ്രതിപക്ഷ ആവശ്യത്തിന് പിന്നാലെ 3-ാം ദിവസമാണ് സഭയിൽ ചട്ടം 300 പ്രകാരമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. നിലവിൽ പോലീസ് എടുത്ത FIR-ൽ പ്രത്യേക സംഘം അന്വേഷണം തുടരും. പ്ലാന്റിന്റെ നിർമ്മാണം മുതലുള്ള അഴിമതി അന്വേഷണം വിജിലൻസ് നടത്തും. തീപിടുത്തത്തിന്റെ കാരണം, ഭാവിയിൽ തീപിടുത്തം ഒഴിവാക്കൽ തുടങ്ങിയവ എല്ലാം പ്രത്യേക സംഘം പഠിക്കും. വിദഗ്ധ സമിതിയെ പിന്നീട് തീരുമാനിക്കും. ഇവർക്കുള്ള ടേംസ് ഓഫ് റെഫറൻസും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സർ, ബ്രഹ്മപുരത്ത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. പ്ലാന്റിൻ്റെ ആരംഭം മുതലുള്ള എല്ലാ നടപടികളും സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തും. വിജിലൻസ് അന്വേഷണത്തിൽ UDF കാലത്തെ ഇടപെടലുകളും വരും. നഗരസഭകളുടെ വീഴ്ചയും അന്വേഷിക്കും. 10 വർഷം കൊണ്ട് 5,59,000 ടൺ മാലിന്യം കുമിഞ്ഞുകൂടി. ഈ മാലിന്യ കൂമ്പാരം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടു. എന്നാൽ ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അജണ്ട തീരുമാനമെടുക്കാതെ 23 തവണ കോർപ്പറേഷൻ കൗൺസിൽ മാറ്റിവെക്കുകയാണുണ്ടായത്. ബ്രഹ്മപുരത്ത് 1335 പേരാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി ചികിത്സ തേടിയത്. 21 പേർക്കാണ് കിടത്തി ചികിത്സ ആവശ്യമായി വന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടായില്ല. കരാർ കമ്പനിയായ സോണ്ടയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പരിധി വിട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. സ്പീക്കറുടെ ഓഫീസ് ഉപരോധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അസാധാരണ പ്രതിഷേധം. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ MLA-മാർ ഭരണപക്ഷ MLA-മാരുമായും വാച്ച് ആൻഡ് വാർഡുമായും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 5 പ്രതിപക്ഷ MLA-മാർക്കും 7 വാച്ച് ആൻഡ് വാർഡിനും പരിക്കേറ്റു. അസാധാരണ സംഭവ വികാസങ്ങളാണ് ഇന്ന് സഭയിലുണ്ടായത്. തുടർച്ചയായ 2-ാം ദിവസവും അടിയന്തര പ്രമേയ നോട്ടീസ് പോലും പരിഗണിക്കാത്ത സ്പീക്കറുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭ എന്തിനെന്ന ചോദ്യവുമായി പ്രതിപക്ഷം. നടപടികൾ വെട്ടിച്ചുരുക്കി സ്പീക്കർ. പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി അടിയന്തര നിയമസഭാ കക്ഷിയോഗം ചേർന്നു. സ്പീക്കറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷം ഓഫീസ് ഉപരോധിച്ചു. MLA-മാർക്ക് ചുറ്റും വലയം തീർത്ത് വാച്ച് ആൻഡ് വാർഡ്. പ്രതിപക്ഷ MLA-മാരും വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും.
ഭരണപക്ഷ MLA-മാർ മറുഭാഗത്ത് സംഘടിച്ചെത്തിയതോടെ ഏറ്റുമുട്ടൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലായി. സഭയിൽ നിന്നിറങ്ങിയ സ്പീക്കർക്ക് വഴിയൊരുക്കി ഭരണപക്ഷവും വാച്ചാൻ വാർഡും. സംഘർഷത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് കുഴഞ്ഞു വീണു. ഉമാ തോമസിനെയും KK രമയെയും കയ്യേറ്റം ചെയ്തെന്നും പരാതി. വാച്ചാൻ വാർഡ് ഉദ്യോഗസ്ഥർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. സംഘർഷത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് അന്വേഷണം തുടങ്ങി. കാര്യോപദേശക സമിതി യോഗം ചേർന്ന് നടപടിയിൽ തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ റിയാസിന്റെ മന്ത്രിസ്ഥാനം മാനേജ്മെന്റ് കോട്ട ആണെന്ന് VD സതീശൻ പരിഹസിച്ചു. മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയാലും സ്പീക്കർക്ക് ഒപ്പം എത്തുന്നില്ല എന്ന ആദിയാണ് മുഖ്യമന്ത്രിക്ക് എന്നും സതീശൻ വിമർശിച്ചു. മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയിട്ടും സ്പീക്കറോടൊപ്പം എത്തുന്നില്ല എന്നുള്ള ആധിയാണ് സ്പീക്കറെ പരിഹാസപാത്രമാക്കി പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കി മാറ്റി നിയമസഭാ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ അജണ്ടയാണ് ഇപ്പൊ സഭയിൽ നടക്കുന്നത്. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ഒരാൾ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനുള്ള എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? ഒരു പേപ്പർ ലേ ചെയ്യാൻ എഴുന്നേറ്റ ഒരാൾ പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് വാഴപ്പിണ്ടിയാണെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ റിയാസ് നടത്തിയ പരാമർശമാണ് സതീശനെ പ്രകോപിപ്പിച്ചത്. നട്ടെല്ല് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ പ്രതിപക്ഷം പറയുന്നത് സ്പീക്കർ കേൾക്കരുത് എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ആൻസർ ആയിട്ട് പറഞ്ഞോ. യെസ് സാർ, നട്ടെല്ല് വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ പ്രതിപക്ഷം പറയുന്നത് പട്ടികയിൽ 228 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി VD സതീശന്റെ വിമർശനത്തിന് എതിരെ റിയാസ് രംഗത്തെത്തി. സ്വന്തം പാർട്ടിയിൽ നിന്ന് അംഗീകാരം ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന് ഈഗോ ആണെന്ന് റിയാസ് തുറന്നടിച്ചു. BJPയുടെ പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് സതീശന്റെ പെരുമാറ്റമെന്നും റിയാസ് വിമർശിച്ചു. ഒരു BJP പ്രതിപക്ഷ നേതാവിനെ പോലെ വളരെ ബോധപൂർവം BJP ആഗ്രഹിക്കുന്നത് പോലെ കേരള നിയമസഭയെ കൊണ്ടുപോകാനും BJP ഉദ്ദേശിക്കുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം ഏറ്റെടുത്തു പോകാനുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ജയിൽവാസം ഒരു ദിവസം ഒരു 30 മിനിറ്റ് പോലും അനുഭവിക്കാത്ത വ്യക്തിക്ക് രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് 30 കൊല്ലം MLA ആയിരുന്നു ഊണിലും ഉറക്കിലും സഭയിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അദ്ദേഹത്തെ കണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വൈകുന്നേരം ഗുഡ് ഈവനിംഗ് പറഞ്ഞാൽ മാത്രമേ മന്ത്രിപ്പണി എടുക്കാൻ വേണ്ടി പറ്റൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ അലമാറയിൽ അത് പൂട്ടിവെക്കുന്നതാണ് നല്ലത്. പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച മന്ത്രി P. രാജീവൻ രംഗത്തെത്തി. എന്തിനാണ് കുടുംബത്തെ വലിച്ചിഴയ്ക്കുന്നത് എന്നും ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് എന്നും രാജീവ് ചോദിച്ചു. മന്ത്രി റിയാസിനെതിരായ പരാമർശത്തിലാണ് വിമർശനം. തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് VD സതീശന്റേത് എന്നും രാജീവ് കുറ്റപ്പെടുത്തി. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോലൊരാൾ എന്തിനാണ് പെട്ടെന്ന് കുടുംബത്തെ വലിച്ചു കൊണ്ടുവരുന്നത്? നമ്മൾ ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? കുടുംബ മാനേജ്മെന്റ് കോട്ട, കുടുംബത്തിന്റെ അജണ്ട, ഇതൊന്നും കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഒരു കാലത്തും പ്രയോഗിക്കാത്ത രീതികളാണ്. ഇത്രമാത്രം തരംതാണ ഒരു രീതിയിലേക്ക് എന്തിനാണ് അദ്ദേഹം പോകുന്നത്? മന്ത്രിമാർ എഴുന്നേൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വഴങ്ങുക എന്നത് സാധാരണ രീതിയാണ്. ഞങ്ങളൊക്കെ പാർലമെന്റിലോ പ്രണബ് കുമാർ മുഖർജി വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊന്നും വഴങ്ങുന്നില്ല. അദ്ദേഹത്തിന് ചോദ്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ഭയപ്പെടുന്നു? ഉത്തരങ്ങൾ മാത്രം കേട്ടാൽ മതിയോ? അപ്പൊ അത് വളരെ തെറ്റായ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങളും വളരെ തെറ്റാണ്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായ ആക്ഷേപം ആവർത്തിച്ച് VT ബൽറാം. ഭാര്യയ്ക്കും ഭാര്യാപിതാവിനുമെതിരായ ആരോപണങ്ങളിൽ മിണ്ടാട്ടമില്ല. അപ്പോൾ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയോ എന്ന ചോദ്യം സ്വാഭാവികമാണ് എന്ന് ബൽറാം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. റിയാസ് മറ്റുള്ള ആളുകളുടെ നട്ടലിന്റെ ബലവും വാഴപ്പിണ്ടിയാണോ നട്ടലാണോ എന്നൊക്കെ അന്വേഷിക്കാനും മെനക്കെടുന്നതിന് മുൻപ് റിയാസ് എങ്ങനെയാണ് ഈ സമീപ ദിവസങ്ങളിലെ അങ്ങേയറ്റം സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു കുറ്റാരോപിതയായിട്ടുള്ള സ്ത്രീ കടന്നു വരുമ്പോ ആ ആരോപണങ്ങളോട് റിയാസ് ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? റിയാസ് നട്ടല് കാണിച്ചോ? വാഴപ്പിണ്ടിയാണോ റിയാസ് പ്രദർശിപ്പിച്ചത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമല്ലോ. നിയമസഭയിൽ ഇന്ന് നടന്ന സംഘർഷ രംഗങ്ങൾക്കിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നേരെ കയ്യേറ്റം ഉണ്ടായോ?
മുതിർന്ന നേതാവിനെ വാച്ചാൻ വാർഡ് കയ്യേറ്റം ചെയ്തെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുമ്പോൾ ഭരണപക്ഷം ഇതിനെ ഖണ്ഡിക്കുന്നത് ന്യൂസ് 18 വാർത്ത ചൂണ്ടിക്കാട്ടിയാണ്. തിരുവഞ്ചൂർ ന്യൂസ് 18നോട് നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിലും വൈറലാണ്. സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെ പ്രതിഷേധമാണ് വേദി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കളത്തിലുണ്ട്. ഉന്തും തള്ളും പിടിവലിയും. മുതിർന്ന നേതാവ് തിരുവഞ്ചൂരിനെ വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഞങ്ങള് ചെന്നു കഴിഞ്ഞപ്പോൾ MLA-മാർ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ സ്പീക്കറില്ല. അപ്പോ അവരവിടെ ഇരുന്ന് പ്രതിഷേധിച്ചു. ആ ഇരുന്ന് പ്രതിഷേധിച്ച ആളുകളെയാണ് ഈ വാച്ച് ആൻഡ് വാർഡിന്റെ നേതൃത്വത്തിൽ ചീഫ് മാർഷലിന്റെയും ഡെപ്യൂട്ടി ചീഫ് മാർഷലിന്റെയും നേതൃത്വത്തിൽ ആക്രമിച്ചത്. ഈ സഭയിലെ തന്നെ ഏറ്റവും സീനിയറായ MLA-മാരിൽ ഒരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഒരു ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആദ്യം ആക്രമിച്ചത്. ഇനിയാണ് കഥ മാറുന്നത്. MLA-മാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ കയ്യേറ്റുണ്ടായി എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. പക്ഷെ MLA-മാരോട് ചെയ്യരുതാത്ത മാതിരിയുള്ള ഒരു പെരുമാറ്റം ചില ആളുകളുടെ അവർ ചെയ്തതായിട്ടുള്ളത് ഞാൻ സാക്ഷിയാണ്. അത് മാത്രമല്ല, നിയമസഭാ മന്ദിരത്തിനകത്ത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാൻ പറ്റില്ല. ന്യൂസ് 18ൽ തിരുവഞ്ചൂർ നടത്തിയ ഈ പ്രതികരണമാണ് പ്രതിരോധിക്കാൻ ഭരണപക്ഷം ആയുധമാക്കുന്നത്. ഇത് നിങ്ങളുടെ ന്യൂസ് 18ന്റെ ശബ്ദം ഞാൻ കേൾപ്പിക്കാം. താങ്കൾക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി, താങ്കളെയും വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തു എന്നാണ്. എന്താണ് സംഭവിച്ചത്? MLA-മാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ കയ്യേറ്റുണ്ടായി എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. എന്ത് ചെയ്യും? തിരുവഞ്ചൂർ പറയുകയാണ് പരസ്യമായിട്ട്, നിങ്ങളോടാ പറഞ്ഞു, ഞങ്ങളോട് ആരോടല്ല. MLA-മാരെ തടഞ്ഞു നിർത്തിയതായിട്ടാണ്. തലമുതിർന്ന നേതാവ് തിരുവഞ്ചൂർ ആ സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 വാചകം നിങ്ങൾ കേട്ടില്ലേ? ഒന്ന്, MLA-മാരെ തടഞ്ഞു നിർത്തുന്നതായി കണ്ടിട്ടാണ് ഞാൻ ചെന്നത്. അപ്പൊ MLA-മാർക്കാരെയും തടഞ്ഞു നിർത്തലാണ്, ബലപ്രയോഗമല്ല. 2 വിഷയം തിരുവഞ്ചൂർ പറഞ്ഞത് എനിക്ക് അങ്ങനെ ആക്ഷേപേ ഇല്ല. അപ്പൊ തിരുവഞ്ചൂരിനെ പോലെ ഇത്ര പരിണതപ്രജ്ഞനായ ഒരാളെ പോലും പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയാത്ത കാര്യം പറഞ്ഞതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവടക്കം മുതിർന്ന നേതാവായ തിരുവഞ്ചൂരിന് നേരെ കയ്യേറ്റമുണ്ടായെന്ന് വാദിക്കുമ്പോൾ ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ ന്യൂസ് 18 വാർത്ത വൈറലാണ്. കൃഷ്ണൻ MLA കൂടി ടെലിഫോൺ ലൈനിലൂടെ. തിരുവഞ്ചൂർ, താങ്കൾക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി, താങ്കളെയും വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തു എന്നാണ്. എന്താണ് സംഭവിച്ചത്? MLA-മാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ കയ്യേറ്റുണ്ടായി എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. ഒന്നിലും കൊള്ളില്ല, പഠിത്തത്തിലും സ്പോർട്സിലും ഒന്നിലും. ആകെ കൂടി എനിക്കറിയാവുന്ന ഇതാ. ന്യൂസ് 18 തിരുവനന്തപുരം.